ഹായ് ഹലോ. പത്തരമാറ്റിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് അമ്മായിയമ്മയുടെയും മരുമകളുടെയും ഹൃദയസ്പർശിയായ സ്നേഹ നിമിഷങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. വീഡിയോകളിൽ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഒരു ലൈക്കും ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് അവാർഡ് കൊടുക്കുന്ന വേദിയാണ്. അവിടെ ആൻമേരിയും നയനയും ഗ്രേസിയും ഇരുന്നിട്ടുണ്ട്. സദസ്സിൽ എല്ലാവർക്കൊപ്പം നമ്മുടെ ദേവയാനിയും ഇരുന്നിട്ടുണ്ട്. ദേവയാനിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. പിന്നെ ആൻമേരി വന്ന് മൈക്കിൽ സംസാരിക്കുകയാണ്. WCS സംഘടനയെപ്പറ്റിയും പിന്നെ അവാർഡ് വാങ്ങാൻ പോകുന്ന നയനയെപ്പറ്റിയും നയന ചെയ്ത ഡിസൈനിങ്ങിനെ പറ്റിയുമൊക്കെ. ഇപ്പോൾ നയന കളക്ഷൻ എന്ന പേരിൽ ട്രെൻഡിങ് ആയ ഡിസൈനിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ അതുവരെയുള്ള നയനയുടെ ജീവിതകഥ ആൻമേരി അവിടെ തുറന്നു കാണിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഡിസൈൻ രംഗത്ത് കഴിവ് തെളിയിച്ച നയന മേഡത്തിന് WCSൻ്റെ അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കും WCSലെ മറ്റ് അംഗങ്ങൾക്കും അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. എന്നിട്ട് നയന കളക്ഷൻ എന്ന പേരിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഡിസൈനൊക്കെ സദസ്സിൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ആ ഡിസൈൻ കണ്ട് കൈയടിക്കുന്നുണ്ട്. എന്നിട്ട് ആൻമേരി പറയുന്നുണ്ട്, അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് 2 വാക്ക് സംസാരിക്കാൻ നയന മേഡത്തിനെ ക്ഷണിക്കുന്നു. അങ്ങനെ നയന വന്ന് സംസാരിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രതീക്ഷിക്കാതിരുന്ന നേരത്താണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു അവാർഡ് കിട്ടിയത്. ഇത്തരം വേദികളോടോ പുരസ്കാരങ്ങളോടോ ഞാൻ ഒരിക്കലും താല്പര്യം കാണിച്ചിരുന്നില്ല. അർഹതയുണ്ടെങ്കിലും അവാർഡ് കിട്ടാതെ നിരാശയോടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നു, അർഹതയില്ലാത്തതൊന്നും കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കരുത് എന്ന്. എൻ്റെ ഡിസൈനുകൾക്ക് നല്ല ഡിമാൻഡുണ്ട് ഇപ്പോൾ. അത് മൂർത്തിസ് ജ്വല്ലറിയുടെ വളർച്ചയിൽ സഹായകരമാകുന്നുണ്ട് എന്ന് മൂർത്തിസ് ജ്വല്ലറിയുടെ MDയും എൻ്റെ ഭർത്താവുമായ ആദർശേട്ടൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എൻ്റെ ഡിസൈൻ ആർക്കും പിന്നിലല്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഇവിടെ ഈ അവാർഡ് നേരത്തെ ഞാൻ നിഷേധിച്ചിരുന്നു. അതുതന്നെയാണ് എനിക്കിനിയും പറയാനുള്ളത്. അത് കേട്ടതും അതുവരെ സന്തോഷത്തോടെ നയന സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്ന ദേവയാനിയും ആൻമേരിയും അവരെല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. നയന പിന്നെയും തുടരുകയാണ്, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇന്ന് ഈ ഫംഗ്ഷനിൽ ചിലവായ തുകയൊക്കെ ഞാൻ വീട്ടിൽ കൊള്ളാം. ഒരു കാരണവശാലും ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുകയില്ല. ഇത് കേട്ടത് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ദേവയാനിക്കാണെങ്കിൽ ദേഷ്യവും കോപവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. ദേവയാനി എഴുന്നേറ്റ് നയനയോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരെയും വിളിച്ചുകൂട്ടി നീ നാടകം കളിക്കുകയാണോ? നീ ഒരു സ്റ്റാർ ആയെന്ന ധാരണയാണോ? എന്തോ ആയെന്ന ധാരണ? അതുകൊണ്ടാണോ നീ ഇവിടെ കൂടിയിരുന്നവരെയൊക്കെ അപമാനിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന വാശിയിൽ തന്നെ പറയുകയാണ്, എനിക്ക് അവാർഡ് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ദേവയാനിയും വിട്ടുകൊടുക്കുന്നില്ല. നിനക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സംഘടനയിലെ അംഗങ്ങളെ അപമാനിക്കാൻ ഞാൻ ഒരിക്കലും നിന്നെ സമ്മതിക്കില്ല. നീ ഇന്ന് അവാർഡ് വാങ്ങിയിട്ടേ എൻ്റെ വീട്ടിൽ തിരികെ വരാവൂ. അപ്പോൾ നയന, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുന്നില്ല. അത് കേട്ടതും ദേവയാനി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൻമേരി ചോദിക്കുന്നുണ്ട്, എന്താ ഇതൊക്കെ? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പുറത്തുള്ളവരെ അറിയിക്കണോ? അപ്പോൾ നയന പറയുന്നുണ്ട്, അതിനിവിടെ കുറച്ച് പേരല്ലേ ഉള്ളൂ. എങ്കിലും ഇത് ക്യാമറയിൽ പകർത്തുന്നുണ്ട്. നാളെ ഇത് ചാനലിൽ വരേണ്ടതാണ്. അതിന് ഞാൻ അവാർഡ് വാങ്ങിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നയന. അങ്ങനെ എല്ലാവരും നയനയുടെ ഈ വിധത്തിലുള്ള പെരുമാറ്റം കണ്ട് ക്ഷമ കെട്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദിയിലേക്ക് നമ്മുടെ ദേവയാനി വരുന്നുണ്ട്. എന്നിട്ട് നയനയോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ അവാർഡ് വാങ്ങുന്നില്ലെന്ന് നീ തീരുമാനിച്ചാൽ മതിയോ? ഇന്നീ അവാർഡ് ഞങ്ങളുടെ സംഘടന തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് ഗ്രേസിയുടെ കയ്യിൽ നിന്ന് വാങ്ങണം. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഈ അവാർഡ് ഞാൻ വാങ്ങിക്കാം. പക്ഷേ അങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ ആ അവാർഡ് ഞാൻ വാങ്ങുന്നത് ഗ്രേസി ആൻറ്റിയുടെ കയ്യിൽ നിന്നല്ല. ഈ അവാർഡിന് വേണ്ടി ആരാണോ എന്നെ ശുപാർശ ചെയ്തത് അവരുടെ കയ്യിൽ നിന്നായിരിക്കും. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇങ്ങനെയൊരു അവാർഡ് സംഘടിപ്പിക്കാനും എനിക്ക് ഈ അവാർഡ് തരാനും WCS പ്രസിഡൻ്റായ ഗ്രേസി ആൻറ്റിയോടും സെക്രട്ടറിയായ ആൻമേരിയോടും പറഞ്ഞ ഒരാളുണ്ട്. ഇതിനൊക്കെ പണം മുടക്കിയ ആൾ. ആ ആള് തന്നെയാ എനിക്ക് അവാർഡ് സമ്മാനിക്കേണ്ടത് എന്ന് ദേവയാനിയുടെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നയന പറയുന്നുണ്ട്. എന്നിട്ട് മരുമകൾ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, ഇത്രയും നാൾ പുകമറയിലാണല്ലോ അമ്മ. ഇനി ആ മറ നീക്കി പുറത്തു വന്നുകൂടെ? എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു.
പിന്നീടാണ് എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. നന്ദുവിനെ രക്ഷിച്ചതുൾപ്പെടെയുള്ള പല പല സംഭവങ്ങളും എനിക്ക് അമ്മയെ മനസ്സിലാക്കി തന്നു. ഞാൻ അവാർഡ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും അധികം വിഷമിച്ചത് അമ്മയാ. അതുകൊണ്ട് ഇന്നത്തെ ഫംഗ്ഷനിൽ അമ്മ പങ്കെടുക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് എന്തിനാണമ്മേ ഇങ്ങനെ ഒരു അഭിനയം? അപ്പോഴേക്കും ദേവയാനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. നയന പറയുന്നുണ്ട്, കരൾ പകുത്തു നൽകിയ പെൺകുട്ടിയെ തേടി അമ്മ കുറേ അലഞ്ഞില്ലേ, പലതവണ ഹോസ്പിറ്റലിൽ പോയില്ലേ. ഒടുവിൽ അതിൻ്റെ ഉത്തരം കിട്ടിയപ്പോഴാണ് അമ്മ അന്വേഷണം നിർത്തിയത്. അമ്മ വെറുക്കുന്ന പെൺകുട്ടിയാണ് കരൾ തരുന്നതെന്നറിഞ്ഞാൽ ആ സമയം അമ്മ അത് സ്വീകരിക്കില്ല എന്ന് ഭയമായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും. അതുകൊണ്ടാണ് ആ സത്യം മറച്ചു വെച്ചത്. പിന്നെ അമ്മ ചോദിച്ചപ്പോഴെല്ലാം പറയാതിരുന്നത് ഇത്രനാളും അമ്മയെ കബളിപ്പിച്ചു എന്നറിഞ്ഞാൽ അമ്മ അത് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ ഞാനിപ്പോഴത് അറിഞ്ഞു കഴിഞ്ഞു. അമ്മയെ സഹായിച്ച ആ പെൺകുട്ടിയോട് അമ്മയ്ക്ക് അതിയായ സ്നേഹമാണെന്ന്, അമ്മയ്ക്ക് അവളെ ജീവനാണെന്ന്. ഇത് കേട്ടതും അതുവരെ അടക്കി പിടിച്ചു നിന്ന ദേവയാനി എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് മോളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നയനയെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ പരസ്പരം കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കരയുന്നുണ്ട്. അതിനുശേഷം ദേവയാനിയും സദസ്സിന് മുൻപിൽ സംസാരിക്കുന്നുണ്ട്. അതുവരെ നയനയോട് ചെയ്ത എല്ലാ ക്രൂരതകളെപ്പറ്റിയും ദേവയാനി ഒന്നുവിടാതെ പറയുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലൈസ് ആയി കിടക്കേണ്ടി വന്നതുപോലും എൻ്റെ നയനമോളോട് ഞാൻ ചെയ്ത ക്രൂരത കാരണം ദൈവം എന്നെ ശിക്ഷിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി പൊട്ടിക്കരയുന്നുണ്ട്. മാത്രമല്ല സർജറിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷവും ഒരു പ്രതിഫലവും വാങ്ങാതെ കരൾ തന്ന പെൺകുട്ടിയെ പുകഴ്ത്തി പറഞ്ഞ് ഞാൻ ഇവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടികളായാൽ അങ്ങനെയായിരിക്കണം എന്നൊക്കെ. അപ്പോഴൊന്നും ഇവൾ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ട് അതെല്ലാം കേട്ടു നിന്നതല്ലാതെ. എന്നിട്ട് നയനയെ നോക്കി പറയുന്നുണ്ട്, കരൾ തന്നത് നീയാണെന്ന് അറിഞ്ഞ നിമിഷം അടക്കാൻ പറ്റാത്ത ആവേശമായിരുന്നു നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. അപ്പോൾ തന്നെ തീരുമാനിച്ചു എൻ്റെ മരുമകൾ എൻ്റെ മരണം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്ന്. അപ്പോൾ ഗ്രേസി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞിട്ടും താൻ എന്താണോ ഇത് പുറത്തു പറയാതിരുന്നത്? അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, കരൾ തന്ന പെൺകുട്ടിയെ തേടി ഞാൻ അലയുമ്പോൾ ഇവരൊന്നും അത് പറയാതെ പിന്നെ നിന്ന് ചിരിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാ ഒന്നും തുറന്നു പറയാതെ ഞാൻ എൻ്റെ മരുമകളെ രഹസ്യമായി സ്നേഹിക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, ഞാൻ തോറ്റുപോയി മോളുടെ മുൻപിൽ എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റുപോയി എന്ന് കൈകൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നയന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ല അമ്മേ, എൻ്റെ അമ്മ ആരുടെ മുമ്പിലും തോൽക്കാൻ പാടില്ല. എന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അതിനിടയ്ക്ക് നയന അമ്മേ കരയല്ലേ അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആൻമേരി മൈക്കിൻ്റെ അടുത്തേക്ക് വന്ന് സദസ്സിലുള്ളവരോടായി പറയുന്നുണ്ട്, മൈ ഡിയർ ഫ്രണ്ട്, നയന മേഡം പറഞ്ഞതുപോലെ ഈ അവാർഡ് കൊടുക്കാനുള്ള എല്ലാ യോഗ്യതയും ഉള്ളത് ദേവയാനി ആൻറ്റിക്കാണ്. പിന്നെ ഗ്രേസിയും ദേവയാനിയോട് പറയുന്നുണ്ട്, എടോ നോക്കി നിൽക്കാതെ അതങ്ങ് എടുത്തു കൊടുക്കടോ. അങ്ങനെ പുരസ്കാരം നയന ദേവയാനിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങി. എന്നിട്ട് ദേവയാനി മരുമകളെ കെട്ടിപ്പിടിച്ച് ഒരു മുത്തവും കൊടുക്കുന്നുണ്ട്. അതുവരെ ഇതൊക്കെ നിർനിമേഷരായി നോക്കി നിന്ന സദസ്സിലുള്ള എല്ലാവരും നിറഞ്ഞ കയ്യടിയായിരുന്നു. ഇതോടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.